7 ദിവസം നാം ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഐശ്വര്യമുള്ള ജീവിതഗതി. നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ സൂത്രമാണ് പറയുന്നത്. നമ്മൾ പതിവാക്കിയിരിക്കണം. 7 ദിവസം നല്ലപോലെ കഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലം കിട്ടും. നമുക്ക് കടമുണ്ടെങ്കിൽ കടം വീടാനുള്ള ഐശ്വര്യം നമ്മുടെ മുൻപിൽ എത്തും. സാമ്പത്തികമായി ഒരുപാട് നേട്ടം പല മേഖലയിലൂടെയും നമുക്ക് അല്ലാഹു തആല തരും. നാം വിചാരിക്കുന്ന രൂപത്തിൽ അല്ല. ചിലപ്പോൾ ഏതെല്ലാം രൂപത്തിലാണ് നമുക്ക് കിട്ടുക എന്ന് പ്രത്യേകം ഓർക്കുക. ചിലപ്പോൾ രോഗം തന്നെ വലിയ രോഗങ്ങൾ വന്ന് വലിയ ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരും. ആ രോഗങ്ങൾ പെട്ടെന്ന് ശിഫ കിട്ടി ലക്ഷങ്ങൾ ചെലവഴിക്കാതിരുന്നാൽ അതും ഒരു ഐശ്വര്യം തന്നെയാണ്. എന്നാൽ കടം വീടാൻ സാമ്പത്തികമില്ലാതെ വരുമ്പോൾ ആ സാമ്പത്തികമായി നേട്ടം എന്തെങ്കിലും മാർഗം മുൻപിൽ വന്നാൽ അതും സാമ്പത്തികം തന്നെയാണ്. അങ്ങനെ പല രൂപത്തിലും നമുക്ക് ഇത് 7 ദിവസം നമ്മൾ ചെയ്താൽ അതിൻ്റെ ഫലമായി 1 മാസത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഫലം കണ്ടെത്താൻ കഴിയും. എന്നിട്ട് വീണ്ടും ചെയ്യുക. 7 ദിവസം അങ്ങനെ 7 നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ കൂടി നമുക്ക് നല്ല ഐശ്വര്യമുള്ള ആളായി മാറാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്നല്ലേ നാം ചെയ്യേണ്ടത്? 7 ദിവസം 5 വക്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. 5 വക്ത് നിസ്കരിക്കുന്നതാണ്, അത് നമ്മുടെ കടമയാണ്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ ആ 5 വക്ത് നിസ്കരിക്കുന്നതിൻ്റെ പിന്നെ നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദുആകളും ദിക്റുകളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 40 തവണ പറയാൻ പോകുന്ന ആ സൂറത്ത്, സുബ്ഹി 40 ഓതണം, ദുഹർ 40 ഓതണം, അസർ 40 ഓതണം, മഗ്രിബ് 40 ഓതണം, ഇശാ 40 ഓതണം. 5 നിസ്കാരത്തിലും ഇങ്ങനെ 40 തവണ ഈ പറയുന്ന ആ സൂറത്ത് ഓതിയിരിക്കണം. അങ്ങനെ ഓതിയിട്ട് 7 ദിവസം പൂർണ്ണമായി ഓതിക്കഴിഞ്ഞിട്ട് നമ്മൾ 1 മാസം ഇടവേള കൊടുക്കുക. 7 കഴിഞ്ഞിട്ട് 1 മാസം നമ്മൾ ശ്രമിച്ചു നോക്കുക. സാമ്പത്തിക സ്രോതസ്സിൽ മാറ്റം വരുന്നുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 7 ചൊല്ലാം. അങ്ങനെ 7 1 മാസത്തിൽ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സാമ്പത്തിക രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം 7 ദിവസം തുടർച്ചയായി വേണം. അതിൻ്റെ 1 ദിവസം വിട്ടുപോയാൽ അല്ലെങ്കിൽ ഒരു വക്ത് നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും അവിടെ മുതൽ 7 തവണ നാം തുടങ്ങണം. തുടർച്ചയായി ഒരു വക്ത് ഖളാ ആക്കാത്ത രൂപത്തിൽ 7 എണ്ണം തുടർച്ചയായി നമ്മൾ ചെയ്യണം. സൂറത്ത് ഏതാണെന്നല്ലേ? സൂറത്തുൽ അലം നശ്റഹ് ലക സദ്റക്. ആ സൂറത്താണ്. വളരെ ഈസിയായി ഓതാൻ പറ്റിയ സൂറത്താണ്. അത് നമ്മൾ ഓരോ വക്തിലും ഓതുക. നമ്മൾ 7 ദിവസം കൊണ്ട് വലിയ ഐശ്വര്യ ആവാൻ കഴിയും. നമുക്കെല്ലാവർക്കും നല്ല ഐശ്വര്യം കിട്ടട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഐശ്വര്യമുള്ളവരാവട്ടെ. ആമീൻ.